നമസ്കാരം, ഇൻസറിലേക്ക് സ്വാഗതം. കാര്യങ്ങൾ ഇവിടെ കൊണ്ടൊന്നും തന്നെ അവസാനിക്കുന്നില്ല. വിശദമായ റിപ്പോർട്ട് ലഭിച്ച ശേഷമായിരിക്കും മറ്റു നടപടികളിലേക്ക് കടക്കുക എന്ന് പോലീസ് തന്നെ വ്യക്തമാക്കുന്നു. ശരീരം മുഴുവനും അഴുകി തുടങ്ങിയിരുന്നു, ജീർണിച്ച ഒരവസ്ഥയിലേക്ക് കടക്കുന്ന സാഹചര്യം. ഇത് കണ്ട പാടെ സംഭവ സ്ഥലത്തുണ്ടായിരുന്ന ഒരു കൗൺസിലർ ബോധം കെട്ട് നിലത്ത് വീണ സംഭവം വാർത്തയായി മാറിയിരുന്നു. എന്തായിരുന്നാലും ആരെയും വെറുതെ വിടാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് തന്നെയാണ് നിലവിൽ ഗോപൻ സ്വാമിയുടെ മകൻ സനന്ദൻ പ്രതികരിച്ചിരിക്കുന്നത്. സമാധി വിവാദത്തെ തുടർന്ന് ഏറ്റവും ഒടുവിൽ കല്ലറ തുറന്ന് പരിശോധിച്ച ഈ മൃതദേഹം നാളെ തന്നെ സംസ്കരിക്കാനും തീരുമാനമായിട്ടുണ്ട്. അതും മഹാസമാധിയായി തന്നെ സംസ്കരിക്കുമെന്ന് ഇതിനോടകം തന്നെ പ്രഖ്യാപിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഉച്ച കഴിഞ്ഞ് 3 മണിക്കും 4 മണിക്കും ഇടയിൽ വീട്ടുവളപ്പിൽ വെച്ച് മതാചാര പ്രകാരം തന്നെ സംസ്കരിക്കുമെന്നാണ്, സമാധിയാക്കുമെന്ന് തന്നെയാണ് ബന്ധുക്കൾ പറയുന്നത്. പോസ്റ്റ്മോർട്ടം നടപടികൾ ഇന്ന് മെഡിക്കൽ കോളേജിൽ തകൃതിയായി തന്നെ പൂർത്തീകരിച്ചു. രാസപരിശോധനയ്ക്കായി സാമ്പിളുകൾ അയച്ചിട്ടുണ്ട്. അതിന്റെ റിപ്പോർട്ട് വളരെ വേഗത്തിൽ ലഭിക്കും. എന്നാലും പ്രാഥമിക പരിശോധനയിൽ പോസ്റ്റ്മോർട്ടത്തിൽ അസ്വാഭാവികമായി ഒന്നും തന്നെ കണ്ടെത്തിയിട്ടില്ല എന്നാണ് പറയുന്നത്. മൃതദേഹം സ്വകാര്യ ആശുപത്രി മോർച്ചറിയിലാണ് സൂക്ഷിച്ചിരിക്കുന്നത്. നാളെ വലിയ ആഘോഷത്തോടെ, വലിയ ചടങ്ങുകളോടുകൂടി സമാധി നടത്താനാണ് തീരുമാനം. എന്നാൽ ഇപ്പോൾ ഗോപൻ സ്വാമിയുടെ മകൻ മഹാസമാധിയാക്കി നടത്തുന്നതിനെ കുറിച്ചും ഒപ്പം പവിത്രമായ ഈ സമാധി പൊളിച്ചതിന്റെ വിമർശനം ഉന്നയിച്ചുകൊണ്ടും രംഗത്ത് വന്നിട്ടുണ്ട്. ഇതിനൊക്കെ തന്നെ കർശനമായ നിയമ നടപടി സ്വീകരിക്കുമെന്നാണ് കുടുംബത്തിന്റെ അഭിഭാഷകൻ പറയുന്നത്. ഏറ്റവും അധികം തിടുക്കമുണ്ടായിരുന്നത് പോലീസിനാണ്. ഇത് പൊളിച്ചേ തീരൂ എന്ന് കട്ടായം പിടിച്ച് മനഃപൂർവ്വം ഒരു പ്രശ്നം സൃഷ്ടിക്കാനായി പോലീസും മറ്റു ചിലരും ശ്രമിച്ചുവെന്നാണ് കുടുംബം ആരോപിക്കുന്നത്. അച്ഛനെ ഇരുത്തിയ സ്ഥലത്ത് തന്നെ അവിടെ തന്നെ ഒരു മഹാസമാധി ഒരുക്കാനാണ് നിലവിൽ സനന്ദനും തീരുമാനിച്ചിരിക്കുന്നത്. സനന്ദൻ ഇന്ന് മാധ്യമങ്ങളോട് പറഞ്ഞ ഒരു കാര്യം ഇങ്ങനെയാണ്: ശിവന്റെ അമ്പലത്തിൽ അച്ഛൻ സമാധിയായി. സമാധിയെ മഹാസമാധി എന്ന് വേണം ഇനി പറയാൻ. അതിന് തടസ്സം നിന്നവർക്കെതിരെ ഒക്കെ തന്നെ നിയമപരമായ നടപടി എടുക്കണം. അച്ഛൻ്റേത് മഹാസമാധിയാക്കി ഹിന്ദു ആചാരത്തെ വ്രണപ്പെടുത്തിയതിൽ ആരൊക്കെ ഉണ്ടോ അവർക്കെതിരെ എല്ലാം തന്നെ നടപടി എടുക്കുമെന്നാണ് കുടുംബം പറയുന്നത്. കുടുംബത്തെ ഒരു കൂട്ടർ വേട്ടയാടിയെന്നും അങ്ങനെയുള്ളവരെ ഒക്കെ തന്നെ അഴിയെണ്ണിക്കുമെന്നുമാണ് കുടുംബത്തിന്റെ അഭിപ്രായം. പക്ഷേ നിയമപരമായ നടപടിയാണ് പോലീസും മറ്റുദ്യോഗസ്ഥരും ചെയ്തിരിക്കുന്നത്. അതിനപ്പുറത്തേക്ക് മറ്റൊരു തര നിക്ഷിപ്ത താല്പര്യങ്ങളും ആർക്കുമില്ലായിരുന്നു. പക്ഷെ കുടുംബമാണ് അനാവശ്യമായ പ്രശ്നങ്ങൾ സൃഷ്ടിച്ചതെന്നും ഇക്കാര്യം മറ്റാരെങ്കിലും അറിയിച്ചിരുന്നെങ്കിൽ തീരാവുന്ന ഒരു വിഷയം മാത്രമായിരുന്നു. അതിനെ ഇത്രയും വഷളാക്കി മുന്നോട്ട് കൊണ്ടുപോവുകയായിരുന്നു. ഗോപൻ സ്വാമിയുടെ മരണത്തിൽ അസ്വാഭാവികത ഒന്നും തന്നെ ഇല്ല എന്നാണ് പ്രാഥമിക അന്വേഷണത്തിൽ പോലീസിനും മനസ്സിലായത്. ഇന്ന് രാവിലെ മുതൽ, പുലർച്ചെ മുതൽ തന്നെ പോലീസ് എല്ലാ തരത്തിലുള്ള സന്നാഹങ്ങളും അവിടെ ഒരുക്കിയിരുന്നു. പഴുത് പൂർണ്ണമായും അടച്ചുകൊണ്ട് വലിയ തോതിലുള്ള സുരക്ഷാ ക്രമീകരണങ്ങൾ സജ്ജമാക്കി തന്നെയാണ് അവിടെ നീക്കങ്ങൾ നടത്തിയത്. 7:15 തന്നെ കല്ലറ പൊളിച്ചു തുടങ്ങി 1.5 മണിക്കൂറിനുള്ളിൽ ഇൻക്വസ്റ്റ് പൂർത്തീകരിച്ച് പോസ്റ്റ്മോർട്ടത്തിന് വേണ്ടി ശരീരം എത്തിക്കുകയായിരുന്നു. ആന്തരിക അവയവങ്ങളുടെ സാമ്പിളുകൾ ശേഖരിച്ച് രാസപരിശോധനയ്ക്കായി അയച്ചു. അതിന് പിന്നാലെ മരണസമയവും മരണകാരണവും വ്യക്തമായി തന്നെ മനസ്സിലാക്കാനായി സാധിക്കും. സമാധി മണ്ഡപം പൊളിച്ചതും മൃതദേഹം പുറത്തെടുക്കുന്നതും ഉൾപ്പെടെയുള്ള നടപടിക്രമങ്ങൾ സമാധാനകരമായി തന്നെ പൂർത്തീകരിക്കാൻ കഴിഞ്ഞതിലുള്ള നിർവൃതി തന്നെയാണ് സബ് കളക്ടർ കൂടിയായിട്ടുള്ള OB ആൽഫ്രഡ് വ്യക്തമാക്കുന്നത്. കാരണം കഴിഞ്ഞ ദിവസങ്ങളിൽ ക്രമസമാധാന പ്രശ്നമുണ്ടായിരുന്നു, നാട്ടുകാർ തമ്മിൽ വാക്പോരുണ്ടാവുന്ന വിഷയമുണ്ടായിരുന്നു, സംഘർഷ സാധ്യതയൊക്കെ തന്നെ അവിടെ നിലനിൽക്കുന്നുണ്ടായിരുന്നു. എന്നാൽ കഴിഞ്ഞ ദിവസം ഹൈക്കോടതി വിധി വന്നതിന് പിന്നാലെ കോടതിയെ മാനിച്ചുകൊണ്ട് കുടുംബമടക്കം ഇതിന് അനുമതി നൽകുകയായിരുന്നു. വിശദമായ പരിശോധന, ശാസ്ത്രീയ പരിശോധന അത് നടന്നതിന് ശേഷം ബന്ധുക്കൾക്ക് മൃതദേഹം വിട്ടു നൽകുമെന്ന് നേരത്തെ തന്നെ ഉറപ്പ് നൽകിയതായിരുന്നു. വീട്ടുകാരുമായും ഡിവൈഎസ്പിയുമായും കാര്യങ്ങൾ സംസാരിച്ച് സമാധാനപരമായി, നിയമപരമായി ഈ വിഷയത്തെ മുന്നോട്ട് കൊണ്ടുപോകാനായി പോലീസും ജില്ലാ ഭരണകൂടവും വലിയ തോതിലുള്ള ശ്രമം തന്നെയാണ് ഇവിടെ നടത്തിയിട്ടുള്ളത്. ഇപ്പോൾ സമാധി തറ പൊളിച്ച സാഹചര്യത്തിൽ ആ പൊളിക്കാനായി എത്തിയിരുന്ന ഓട്ടോ ഡ്രൈവർ കൂടിയായിട്ടുള്ള തമ്പി പറഞ്ഞിരിക്കുന്നത്, ഭൗതിക ശരീരം ചെറിയ രീതിയിൽ ജീർണിച്ചു തുടങ്ങിയ, അഴുകാനായി തുടങ്ങിയ ഒരു സാഹചര്യത്തിൽ കൂടിയായിരുന്നു. കർപ്പൂരവും അതുപോലെ തന്നെ ഭസ്മവും ഒക്കെ തന്നെ നിറഞ്ഞിരിക്കുന്നുണ്ടായിരുന്നു. നെഞ്ചറ്റം വരെ ഈ തരത്തിൽ നിറച്ചു വെച്ച രീതിയിൽ തന്നെയാണ് സമാധിയാക്കിയിരിക്കുന്നത്. SI ആയിരുന്നു തന്നെ ഈ ചുമതല നിർവഹിച്ചത്. ശരീരം മുഴുവൻ വീർത്തു വരുന്ന ഒരവസ്ഥയിലൂടെ ആയിരുന്നു. ചമ്രം മടിച്ച് തന്നെ ആയിരുന്നു ഗോപൻ സ്വാമി അവിടെ ഇരുന്നതെന്നും തമ്പി തന്നെ പറയുന്നു. സമാധിയുടെ ചുറ്റും ടാർപോളിംഗ് കിട്ടിയതും പുള്ളി തന്നെയായിരുന്നു. അങ്ങനെയാണ് SI തന്നെ വിളിച്ച് ഇത് പൊളിക്കണമെന്ന് ഒരാവശ്യം മുന്നോട്ട് വെച്ചത്. ആദ്യം മുകളിലെ സ്ലാബ് ഇളക്കി ശേഷം സ്വാമി അവിടെ ഉണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം ഉറപ്പുവരുത്തി. സ്വാമി ഇരിക്കുന്നത് കാണാനായി തനിക്ക് സാധിച്ചുവെന്നും തമ്പി പറയുന്നുണ്ട്. പിന്നീട് വശങ്ങളിലുള്ള 2 സ്ലാബുകൾ കൂടി മാറ്റി. അപ്പോഴാണ് ഭസ്മം മൂടിയ നിലയിൽ കണ്ടെത്തിയത്.
ചമ്രമടഞ്ഞ രീതിയിലായിരുന്നു കാണപ്പെട്ടത്. ചെറിയ രീതിയിൽ അങ്ങനെ അഴുകുന്നുണ്ടായിരുന്നു. പക്ഷേ ഭസ്മം മൂടിയ സ്ഥലത്ത് പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ല എന്നാണ് മനസ്സിലാക്കുന്നത്. ശരീരം മുഴുവൻ വീർത്തിരിക്കുകയായിരുന്നു. കണ്ടതോടെ അടുത്തു നിന്ന കൗൺസിലർ ബോധം കെട്ട് വീണു എന്നാണ് തമ്പി പറയുന്നത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈറ്റ്.